വേദിയിൽ വീണ്ടും ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഇപ്രാവശ്യം ഒരു കിഡിലൻ മിമിക്രി അവതരിപ്പിക്കാനായിട്ട് പാലക്കാട് നെന്മാറയിൽ നിന്ന് എത്തുന്നു അക്ഷയ് പ്രസാദ്. നമസ്കാരം അക്ഷയ്, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അപ്പൊ അക്ഷയ് മിമിക്രി ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്, ഫുൾ ടൈം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ IT പ്രൊഫഷണലാണ്. പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. IBM സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക. ഓ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം മിമിക്രി ആർട്ടിസ്റ്റ്, നല്ല ഒരു കോമ്പിനേഷൻ അല്ലേ? അപ്പം നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ. ഓക്കെ, തുടങ്ങാം. ഞാൻ കുറച്ച് സിനിമാ താരങ്ങളെയും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ കുറച്ച് ക്രിക്കറ്റ് താരങ്ങളെയുമാണ്. നമുക്ക് ആദ്യം തമിഴിൽ നിന്ന് തുടങ്ങാം. നമുക്ക് വിജയ് സേതുപതിയുടെ ഒരു ലൈവ് വോയിസ്, അദ്ദേഹം ഈ വേദിയിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? அனைவருக்கும் வணக்கம் சார், ரொம்ப சந்தோஷமா இருக்கேன். உங்க பேர் என்ன சொல்லுங்க? உங்க பேர் என்ன? மீனாட்சி தானே? ஹாய், ரொம்ப சந்தோஷமா இருக்கல? நல்லா இருக்கல? நான் இந்த மேடையில எல்லாம் இவ்வளவு பேச மாட்டேன். டிடி சார் வணக்கம் சார். பிரதோஷ் சார் வணக்கம் சார். எல்லாருக்கும் வணக்கம் சார். நான் இந்த மேடையில எல்லாம் ரொம்ப பேச மாட்டேன் சார். இந்த அளவு இவ்வளவு பேர் இருக்கே, கை தட்டுங்கம்மா. இவ்வளவு பேர் இருக்காங்களா? நன்றி, வணக்கம் சார். அது போதும்ல? ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ CI പാർത്ഥനായിട്ട് വളരെ വലിയൊരു ഹിറ്റ് അടിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനയ് ചേട്ടൻ. മച്ചാനെ, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ വെറും കോമഡിയാണെന്ന്. CI പാർത്ഥനായിട്ട് ഞാൻ കുറച്ച് കോമഡി കാണിച്ചപ്പോ ലൈഫിൽ ഞാൻ കോമഡിയാണോ? മീനാക്ഷി കോമഡിയാണോ? ആരാണ് കോമഡി അല്ലാത്തത്? ഇത് ഭയങ്കര സിമ്പിളാണ് അല്ലേ? അല്ലേ? അപ്പൊ ഞാൻ കോമഡി അല്ല. ഇനി നമുക്കൊരു ട്രൈ ആണ്. ഉണ്ണിച്ചേട്ടന്റെ ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം എന്നുള്ള സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ മാളികപ്പുറത്തിന് അയ്യപ്പനെ കാണണം. ഞാൻ ആരാന്ന് സ്വാമിക്കും അറിയില്ല, സ്വാമി ആരാന്ന് എനിക്കും അറിയില്ല, പക്ഷെ മാളികപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമ്മൾ കുറച്ച് താരങ്ങളെ കേട്ടില്ലേ? ഇനി നമുക്ക് നേരെ ക്രിക്കറ്റേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന് നൽകിയ ഒരു ക്രിക്കറ്റ് ദൈവം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. സച്ചിന്റെ ശബ്ദം, settle down, let me talk. I remember Sanju Samson calling me after that very bad New Zealand series. I just told him, just respect your game and enjoy your game. You can see now where he is. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, അദ്ദേഹത്തിന്റെ ശബ്ദം, see, as a captain for me it's like when you get an opportunity you have to capitalize the situation and see you have to play to the situation yaar. These things happen in cricket yaar, right? You know, अरे भाई, it's a long tournament, मौका कभी भी आ सकता है, ठीक है? സൂപ്പർ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ അഭിമാനം, നമ്മുടെ ചങ്ക് സഞ്ജു സാംസൺ. അല്ലേ ഏട്ടാ, ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ടല്ലേ എല്ലാവർക്കും. ഭയങ്കര സന്തോഷമുണ്ട്, എന്തുവാണ് പറയേണ്ടത്, വാക്കുകൾ കിട്ടുന്നില്ല. ഇതിൻ്റെ പേര് ഐറ്റം വേറെയാണല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വർക്കല്ല എന്ന് അല്ലെങ്കിൽ വിഴിഞ്ഞത്തുനിന്നൊരു വേൾഡ് കപ്പ് കളിച്ച് അവിടെ വേൾഡ് കപ്പ് അടിച്ച ഒരു ടൂർണമെൻ്റൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ചെന്നൈയിൽ ഒരു പാട്ട് പാടല്ലേ, ചെന്നൈ സൂപ്പർ കിങ്സ്ക്ക് പെരിയ വിസിൽ അടിയുങ്ക നമ്മ തല ധോണിക്ക്. അല്ലേ ഏട്ടാ, അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നില്ല. എല്ലാവരും ചെന്നൈയുടെ കളി കാണും കേട്ടോ. നമുക്ക് കുറച്ച് രാഷ്ട്രീയക്കാരിലേക്ക് പോവാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിന്റെ ശബ്ദം, ഇല്ല ലീഗിൻ്റെ അകത്ത് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. മുസ്ലിം ലീഗിന് 5, 6, 7, 8, 10 മന്ത്രി വേണമെങ്കിൽ കിട്ടും. അതിൻ്റെ ആവശ്യം നോ അനാവശ്യ കമൻറ്റ് പറഞ്ഞ് ഇത് നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും വലിയ ഇഷ്യൂ അല്ല. ഇനി നമുക്ക് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ, അദ്ദേഹം ഭയങ്കര പവറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് ചൂടായിട്ടൊക്കെ സംസാരിച്ച ഇങ്ങനെ ഇരിക്കും. KPCCയുടെ പ്രസിഡന്റ് നിലയ്ക്ക് എന്റെ അടുവ് നിൽക്കുന്ന കുട്ടികളെ അടിച്ചു കൊന്ന് ഇവരോട് എന്ത് കോംപ്രമൈസാ? ഒരു കോംപ്രമൈസും ഇല്ല. ഈ പാർട്ടിക്കകത്ത് ഒരു സ്ഥാനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? കേരളത്തിലെ പൊളിറ്റിക്സാ, കണ്ണൂരിലെ പൊളിറ്റിക്സ്? ഇനി അദ്ദേഹം ഒന്ന് ലൈറ്റായിട്ട് ഈ അടുത്ത ചെറിയ പ്രശ്നങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എത്രയോ ചെറുതാ, ഞാൻ ഈ പാർട്ടി വിട്ട് എവിടെ പോവാനാ? എനിക്ക് വേറെ എവിടെ പോവാനുള്ളത്? നിങ്ങൾ വെറുതെ എന്നെ മക്കാറാക്കലിടോ. ഇനി നമുക്ക്
കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ സംസാരിക്കും. പണ്ട് ഉമ്മൻചാണ്ടി സാറോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് പോലെ ഇപ്പൊ മാധ്യമപ്രവർത്തകര് VD സതീശൻ സാറോട് എന്തെങ്കിലും തർക്കിക്കുമ്പോൾ പുള്ളി അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ കേക്ക് ചോദിച്ചല്ല, ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ കേക്ക്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് നേടി ടീം UDF അധികാരത്തിൽ വരാൻ പോവാണ്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളൊരു ടീമായിട്ട് അധികാരത്തിൽ വരാൻ പോവാണ്. നിങ്ങൾ എഴുതി വെച്ചോ. അപ്പൊ ഇത് അദ്ദേഹം ഇലക്ഷന് മുമ്പ് പറഞ്ഞതാ. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന ഉടനെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതൊരു സ്പോട്ട് ഡബ്ബായിട്ട് എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജി ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് വരുന്ന UDFന്റെ പ്രവർത്തകരും ടീം UDF ആയിരുന്ന ഞങ്ങളുടെ UDFന്റെ നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. VD സതീശൻ സാറിന്റെ ശബ്ദം ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് അനുകരിക്കുന്നത് അക്ഷയായിരിക്കും.